എല്ലാവർക്കും നാരായണീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദശകം 88 സന്താന ഗോപാലം കേൾക്കാം. ഹരി ഓം. നമ്മൾ നാരായണീയം 87 ദശകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 88ാമത്തെ ദശകമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ സന്താന ഗോപാലം പഠിക്കാം. ദശകം 88 സന്താന ഗോപാലം. പ്രാഗേവാചാര്യപുത്ര ഹൃതിനിശമനയാ ശൂയശൂനവേക്ഷാം കാംക്ഷന്ത്യാമാതുരുത്യാ സുതലഭുവി ബലിം പ്രാപ്യതേനാർപ്പിതാംസ്ത്വം ധാതുശാപാഹിരണ്യാനിതു കശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീചേ. ആചാര്യപുത്ര കൃതി നിശമനയ പ്രാ ഏവ. ആചാര്യൻ ആരാ? ഭഗവാന്റെ ആചാര്യൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആചാര്യൻ സന്ദീപന മഹർഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗുരു ശിഷ്യനോട് പറഞ്ഞു, എനിക്ക് ദക്ഷിണയായിട്ട് എൻ്റെ മരിച്ചുപോയ പുത്രനെ ജീവിപ്പിച്ച് കൊടുത്തു തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ പോയിട്ട് ആ പുത്രനെ കൊണ്ടുവന്നിട്ട് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീയശൂന വീക്ഷ കാഞ്ചന്യ മാതു ഉത്യ. അപ്പൊ ഈ സംഗതി അമ്മയ്ക്ക് അറിയാം. അപ്പൊ മാതു ഉത്യ. അപ്പൊ അമ്മ പുത്രനോട് പറയാണ്, എനിക്ക് എൻ്റെ 6 പുത്രന്മാർ നഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 6 പുത്രന്മാരെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുകയാണ്. കാരണം ആ ഗുരുവിൻ്റെ പുത്രനെ കാണിച്ചു കൊടുത്തതൊക്കെ ദേവകിക്ക് അറിയാം. അപ്പം അങ്ങനെ ആഗ്രഹം പറഞ്ഞു. സുതലഭുവി ബലി പ്രാപ്യ. അപ്പോൾ ഭഗവാൻ സുതലത്തിൽ പോവാണ്. സുതലത്തിൽ ആരാണ്? മഹാബലിയാണ്. മഹാബലിയുടെ അടുത്താണ് ഈ 6 കുട്ടികളും. തേന അർപ്പിതാൻ യാതു ശാപ ഹിരണ്യാനന്ദ കശിപുവാൻ ശൗരിജാൻ. അതായത് ഈ ബ്രഹ്മാവ് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് സരസ്വതിയോട് കാമം ഉളവാവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആലിംഗനം ചെയ്യാൻ തുടങ്ങി ഈ ബ്രഹ്മാവ് സരസ്വതിയെ. അത് കണ്ടിട്ട് ദേവന്മാരൊക്കെ അരുത് എന്ന് തടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മരീചി എന്ന് പറഞ്ഞാൽ അവർക്ക് 6 പുത്രന്മാരുണ്ട്. ആ 6 പുത്രന്മാരും പരിഹസിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ദേഷ്യം വരെയാണ്, ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അപ്പോൾ ബ്രഹ്മാവ് ഈ 6 പേരെയും ശപിച്ചു. പറയുകയാണ്, നിങ്ങൾ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് ശാപം കൊടുത്തു. തേന അർപ്പിതാൻ ധാതു ശാപാൻ ഹിരണ്യാനന്ദ കശിപു ഭവാൻ ശൗരിജാൻ. അങ്ങനെ ഈ 6 കുട്ടികളും ഹിരണ്യകശിപുവിനായിട്ട് ജനിച്ചു, ഈ 6 കുട്ടികളും. അതിനുശേഷം ശൗരിജാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസുദേവരുടെ പുത്രരായിട്ട് ഈ 6 പേര് പിന്നത്തെ ജനനം അങ്ങനെയാണ്. കംസ ഭഗ്നാൻ മരീചേ പൂർവപുത്രാൻ. അപ്പൊ ഈ മരീചിരിയാണല്ലോ ഈ 6 പുത്രന്മാർ ആദ്യം. പിന്നെ ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവകി വസുദേവരുടെ പുത്രന്മാരായിട്ട് ജനിച്ചു. അപ്പൊ ഈ കംസൻ അവരൊക്കെ കൊന്നു എന്നുള്ളതാണ്. ആനീയ പ്രദർശ്യ ഏതാൻ സപദം ത്വം അനയഥ. അപ്പോൾ ഭഗവാൻ ഈ 6 കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ദേവിക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ സ്വന്തം സ്ഥാനത്തേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. ആചാര്യനായ സാന്ദീപനിയുടെ മൃതപുത്രനെ കൊണ്ടുവന്ന് കൊടുത്തു ശ്രീകൃഷ്ണൻ എന്ന് കേട്ട് മുമ്പ് തന്നെ തൻ്റെ 6 മക്കളെയും കാണണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അമ്മയുടെ വാക്കനുസരിച്ചിട്ട് സുതലം എന്ന ലോകത്തിൽ മഹാബലിയുടെ അടുത്ത് ചെന്ന് മഹാബലി കൊണ്ടുവന്ന് കൊടുത്തവരും ബ്രഹ്മാവിൻ്റെ ശാപം ഹേതുവായി ഹിരണ്യകശിപുവിൻ്റെ മക്കളായി ജനിച്ചവരും പിന്നീട് വസുദേവപുത്രന്മാരിൽ പിറന്നവരും കംസനാൽ നിഗ്രഹിക്കപ്പെട്ടവരും ആയ മരീചിയുടെ മുൻ മക്കളെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇവരെ അതിനുശേഷം സ്വസ്ഥാനത്തേക്ക് അവിടുന്ന് പറഞ്ഞയച്ചു. ഇനി 2ാമത്തെ ശ്ലോകം. ശ്രുതദേവഗിരി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിതതാപസൈ സമേത. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം. ശ്രുതദേവൻ എന്ന് പ്രസിദ്ധനായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ.
ഭക്തിപൂർണം നൃപതിം ബഹുലാശം ച. അത് ഭക്തി, അത്രയും ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ള ബഹുലാശൻ എന്നുള്ള രാജാവ്. യുഗപത് അനുഗ്രഹീതു കാമ. അപ്പൊ ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ട് ത്വം താപസൈ സമേത, അവിടുന്ന് താപസന്മാരോട് കൂടിയിട്ട്, മുനിമാരോട് കൂടിയിട്ട് മിഥില പ്രാപിത, മിഥിലയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്നു, മിഥിലയിലേക്ക് പോയി. ശ്രുതദേവൻ എന്ന് പ്രസിദ്ധനായ ബ്രാഹ്മണ ശ്രേഷ്ഠനെയും തികഞ്ഞ ഭക്തിയുള്ള രാജാവായ ബഹുലാശനെയും ഒരേ സമയത്ത് അനുഗ്രഹിക്കാൻ കൊതിച്ച് അവിടുന്ന് മഹർഷിമാരോട് കൂടിയിട്ട് മിഥില നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ മൂന്നാമത്തെ ശ്ലോകം. ഗച്ഛന്തി മൂർത്തിർഭയോ യുഗപന്യകേതം ഏകേന ഭൂരി വിഭവരീതോപചാര അന്യേന തദ്ദിന ഹൃദയച്ച ഫലൗദനാദേ തുല്യം പ്രസേവിത ദദാതജ മുക്തിമാഭ്യാം. ത്വം ദിമൂർത്തി, അവിടുന്ന് തന്നെ രണ്ട് ശരീരം കൈക്കൊണ്ടിട്ട് ഉഭയോ നികേതം, ഇരുവരുടെയും ഗൃഹത്തിലേക്ക് യുഗപത് ഗച്ഛൻ, ഒരേ സമയത്ത് എഴുന്നള്ളി. ഏകേന ഭൂരി വിഭവൈ, ഒരാൾ ബഹുലാശൻ ധാരാളം വിഭവങ്ങൾ കൊണ്ടും ഭഗവാനെ പൂജിക്കുകയാണ്. ബഹുലാശൻ ധാരാളം വിഭവങ്ങളെ കൊണ്ട് പൂജിച്ചു. വിഹിതോപചാര, നീ തിരുവടിയെ പൂജിച്ചു. അന്യേന, മറ്റേയാള്, അതായത് ശ്രുതദേവൻ, തജ്ജനപ്രതി ഫലൗദനാദീച്ച, ഫലങ്ങളെ കൊണ്ടും ചോറുകളെ കൊണ്ടും ഒക്കെ വെച്ചിട്ട് ഭഗവാനെ പൂജിച്ചു. വിഹിതോപചാര, ഈ വക സാധനങ്ങൾ വെച്ചിട്ട് പൂജിച്ചു. തുല്യം പ്രസേദിത, രണ്ടുപേരോടും തുല്യമായിട്ട് ഭഗവാൻ പ്രസാദിച്ചു. ആഭ്യാ മുക്തിയും ദധാത ച, രണ്ടുപേർക്കും മുക്തിയും കൊടുത്തു ഭഗവാൻ. നീ തിരുവടി, രണ്ടു ശരീരം കൈക്കൊണ്ട് ഇരുവരുടെയും ഗൃഹത്തിലേക്ക് ഒരേ സമയത്ത് തന്നെ എഴുന്നള്ളി. ഒരാൾ ബഹുലാശൻ ധാരാളം വിഭവങ്ങൾ കൊണ്ട് അങ്ങയെ പൂജിച്ചു. മറ്റേയാളായ ശ്രുതദേവൻ അന്നേ ദിവസം സമ്പാദിച്ച കായ്കറികളെ ചോറ് മുതലായവ കൊണ്ട് പൂജിച്ചു. രണ്ടുപേരും ഒരേപോലെ നീന്തുരുടി പ്രസാദിച്ചു. ഇവർ രണ്ടുപേർക്കും മുക്തി നൽകുകയും ചെയ്തു. ഇനി നാലാമത്തെ ശ്ലോകം. ഭൂയോധദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനരേതം കോ വാ ദൈവം വിരുന്ധാദിനി കില കഥയൻ വിശ്വോഢാഭ്യസോഢ ജിഷ്ണോർഗർവം വിനേതും ത്വയി മഞ്ജധിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദപ്രേക്ഷണേനേതി മന്യേ. അഥ ദ്വാരവത്യ ഭൂയ, പിന്നീട് ദ്വാരകാപുരിയിൽ വീണ്ടും വീണ്ടും ഉണ്ടായ ദ്വിജതനയമൃതിയും, ഒരു ബ്രാഹ്മണന്റെ കുട്ടി മരിക്കുകയാണ്. ബ്രാഹ്മണന് കുട്ടിയോട് ഇങ്ങനെ ഉണ്ടാവുക, ജനിച്ച ഉടൻ തന്നെ ആ കുട്ടി മരിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുകയാണ്. തത് പ്രലാപാൻ അപി ത്വം വിശ്വോഢ അപി. അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ട് ഈ ബ്രാഹ്മണൻ കരയുമ്പോഴും അവൻ്റെ ആ ദുഃഖമൊന്നും ഭഗവാൻ മാറ്റി കൊടുക്കണില്ല. ദൈവം കവാ നിരുന്ധ്യ ഇതി കഥയൻ സോഢ കില. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കർമ്മഫലം അനുഭവിച്ചിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനോട് അത്ര താല്പര്യം കാണിച്ചില്ല ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് സഹിച്ചു അത്രേ. ജിഷ്ണു ഗർവം വിനേതും, ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. അർജുനന്റെ ഒരു ഗർവം മാറ്റിക്കൊടുക്കണം എന്നും ഭഗവാൻ വിചാരിച്ചിട്ടുണ്ട്. മനുജധിയ ത്വയി കുണ്ഠിതാം അസ്യ ബുദ്ധിയും, അതായത് ഈ അർജുനന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു ഭഗവാൻ മനുഷ്യനാണ് എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ആ ബുദ്ധി ഒന്ന് നേരാക്കി കൊടുക്കണം എന്നൊക്കെ ഭഗവാൻ വിചാരിച്ചിട്ടാണ്. പരമതമപദ പ്രേക്ഷണേന തത്വാരൂഢാം വിധാതും ച ഇരിമന്യേ. വൈകുണ്ഠത്തിൻ്റെ ദർശനം കൂടി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വിചാരിച്ചിട്ടും ആണ് എന്ന് നീ തിരുവടി ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയണതാണ്. പിന്നീട് ദ്വാരകാപുരിയിൽ വീണ്ടും വീണ്ടും ഉണ്ടായ ബ്രാഹ്മണകുമാര മരണവും ബ്രാഹ്മണന്റെ വിലാപങ്ങളും, അവിടുന്ന് വിശ്വംഭരനാണെങ്കിലും കർമ്മഫലത്തെ ആരു തടയും എന്ന് പറഞ്ഞുകൊണ്ട് സഹിച്ചു അത്രേ.
അർജുനന്റെ അഹങ്കാരം കളയാനും മനുഷ്യനാണ് എന്ന വിചാരത്താൽ അങ്ങയിൽ മങ്ങിപ്പോയ ഇവന്റെ ബുദ്ധിയെ അത്യുത്കൃഷ്ടമായ വൈകുണ്ഠത്തിന്റെ ദർശനം കൊണ്ട് സത്യത്തിലേക്ക് ഉയർത്തുവാനും ആണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. നഷ്ടാഷ്ടാസ്യ പുത്ര പുനരപി തവ തൂപേക്ഷയാ കഷ്ടവാദ സ്പഷ്ടോ ജാതോ ജനാനാം അഥ തദവസരേ ദ്വാരകാമാരപാർത്ഥ മൈത്ര്യാ തത്രോഷിതോസോ നാമസുതമൃതോ വിപ്രവർയപ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുപഹൃതസുത സന്നിവേക്ഷേ കൃശാനം. അസ്യ അഷ്ടപുത്ര നഷ്ട. ഈ ബ്രാഹ്മണന് 8 പുത്രന്മാർ പിറന്നിട്ട് മരിച്ചു. പുന അഭി തു തവ ഉപേക്ഷിയ ജനാന സ്പഷ്ട കഷ്ടവാദ ജാത. അപ്പോൾ ഈ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ഭഗവാൻ ഇത് ശ്രദ്ധിക്കുന്നില്ലല്ലോ, കഷ്ടം കഷ്ടം എന്ന് പറയുകയാണ് ജനങ്ങൾ. അഥ തദവസരേ പാർത്ഥ ദ്വാരക ആര. ആ സമയത്താണ് പാർത്ഥൻ ദ്വാരകയിലേക്ക് വരുന്നത്. മൈത്ര്യ തത്ര ഉഷിത അസൗ. അപ്പോൾ തൻ്റെ സ്വന്തം സുഹൃത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ അവിടെ ദ്വാരകയിൽ കുറച്ച് ദിവസം താമസിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അർജുനൻ അവിടെ വന്നിരിക്കുകയാണ്. നവമസുതമൃതോ വിപ്രവര്യ പ്രരോധം ശ്രുത്വ. അപ്പം 9ാമത്തെ കുട്ടിയും ജനിച്ചിട്ട് ഈ ബ്രാഹ്മണൻ അവിടെ വന്നിട്ട് കരയുകയാണ്. അപ്പം അത് ഈ അർജുനൻ കേട്ടു. അനുപഹൃത സുത കൃശാനം സന്നിവേക്ഷ്യേ ഇതി പ്രതിജ്ഞാ ചക്രേ. അപ്പോൾ ഈ അർജുനൻ പാവം തോന്നി. അപ്പോൾ അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇനി 10ാമത് ജനിക്കുന്ന കുട്ടി ഉണ്ടല്ലോ, അത് ഞാൻ രക്ഷിക്കും, തീർച്ചയായിട്ടും രക്ഷിക്കും, നീ സങ്കടപ്പെടണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കുട്ടിയെ രക്ഷിച്ചോളാം എന്ന് പറയുകയാണ്. അഥവാ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ട് വെച്ചാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തിട്ട് എൻ്റെ ദേഹത്യാഗം ചെയ്യും എന്ന് അർജുനൻ പറഞ്ഞു. ഈ ബ്രാഹ്മണന് 8 പുത്രന്മാർ പിറന്നു മരിച്ചു. എന്നിട്ടും അവിടുന്ന് കൈക്കൊണ്ട ഉദാസീന ഭാവം നിമിത്തം ബ്രാഹ്മണ കുമാരന്മാരെ രക്ഷിക്കാത്ത കഷ്ടം എന്ന് ജനങ്ങൾ തുറന്ന് പറഞ്ഞു തുടങ്ങി. പിന്നീട് ആ അവസരത്തിൽ അർജുനൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. കൃഷ്ണനുമായുള്ള സൗഹൃദത്താൽ അവിടെ താമസിച്ച അർജുനൻ 9ാമത്തെ പുത്രൻ മരിച്ചപ്പോൾ ഉണ്ടായ ബ്രാഹ്മണന്റെ നിലവിൽ കേട്ടിട്ട്, ഇനി ഉണ്ടാകുന്ന മകനെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇനി 6ാമത്തെ ശ്ലോകം. മാനീസത്വാം അഭൃഷ്ട്വാ ദ്വിജനിലേഗതോ ബാണജാലൈ മഹാസ്ത്രേ രുന്ധാന സൂതിഗേഹം പുനരഭി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാമൈന്ദ്രീം തഥാന്യ സുരവരനഗരേ വിദ്യാസാദ്യ സദ്യോ മോഹോദ്യോഗപരിഷ്യൻ ഹുതഭുതി ഭവത സസ്മിതം വാരിതോ ഭൂത്. മാനീസത്വാം അഭൃഷ്ട്വാ ദ്വിജനിലേഗത. അഭിമാനിയായ അർജുനൻ അങ്ങയോട് ചോദിക്കാതെ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്ന് പിന്നെ ശരങ്ങളെ കൊണ്ട് ഒരു കൂമ്പാരം ഉണ്ടാക്കിയിട്ട് ആ പ്രസവ മുറി കണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, രക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല. അങ്ങനെ ശരം കൊണ്ട് അതിനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യും ആ പ്രസവ മുറിയെ. ബാണജാലൈ മഹാസ്ത്രേ സൂതികേഹം രുന്ധാന. മഹാസ്ത്രങ്ങളെ കൊണ്ട് അത് തടഞ്ഞു, അങ്ങനെ കൂമ്പാരം ഉണ്ടാക്കിയിട്ട്. പുനഃ അഭി കുമാരേ സഹസ ദൃഷ്ടനഷ്ടേ. അപ്പോൾ പിന്നെ 10ാമത് കുട്ടി ജനിച്ചു, കുട്ടി കരഞ്ഞു. അപ്പം തന്നെ കുട്ടി അപ്രത്യക്ഷമായി. സാധാരണ മരിച്ചു കഴിഞ്ഞ കുട്ടികളുടെ ശരീരം കാണാൻ കിട്ടുമായിരുന്നു. ഇത് 10ാമത് ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ ശരീരവും കാണാൻ കിട്ടിയില്ല. ബ്രാഹ്മണൻ കരയാൻ തുടങ്ങി. അപ്പോൾ അർജുനന് ഭയങ്കര സങ്കടം വരികയാണ്. യാമ്യ ഐന്ദ്രീം തഥാ അന്യ സുരവരനഗരി. അപ്പോൾ ഈ അർജുനൻ യമലോകത്തിൽ പോയി, സുരലോകത്തിൽ, ദേവലോകത്തിൽ പോയി, പിന്നെ എവിടേക്ക് വെച്ചാൽ അവിടെയൊക്കെ പോയി എല്ലായിടത്തും അന്വേഷിക്കുകയാണ്, എവിടെയാണ് ഈ കുട്ടി എന്നുള്ളത് നോക്കുകയാണ്. വിദ്യ ആസാദ്യ സദ്യ. യോഗവിദ്യ കൊണ്ട് എല്ലായിടത്തും ചെന്ന് നോക്കി. മോഖോദ്യോഗ ഹുതഭുതി പരീഷ്യൻ. അപ്പോൾ ഒന്നും നിഷ്ഫലമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അഗ്നി കൂട്ടിയിട്ട്, തീ കൂട്ടിയിട്ട് അതിലേക്ക് ചാടാൻ തുടങ്ങുകയാണ്, ദേഹത്യാഗം ചെയ്യാൻ തുടങ്ങുകയാണ്. ഭവത സസ്മിതം വാരിത അഭൂത്. അപ്പോൾ ഭഗവാൻ അവിടെ വന്നിട്ട് ചിരിച്ചും കൊണ്ട് ആ പുഞ്ചിരി, ഭഗവാന്റെ പുഞ്ചിരി
പുഞ്ചിരിച്ചും കൊണ്ട് വന്നിട്ട് അർജുനനെ തടയുകയാണ്. അഭിമാനിയായ അർജുനൻ നിൻ തിരുവടിയോട് ചോദിക്കാതെ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്ന് ശരസമൂഹങ്ങളെ കൊണ്ടും ദിവ്യാസ്ത്രങ്ങളെ കൊണ്ടും ഈ ചില്ലത്തെ ശരക്കൂടം കെട്ടി രക്ഷിച്ചു. പിന്നെയും ഉണ്ണി പെട്ടെന്ന് കിടന്ന് കാണപ്പെട്ടു മറഞ്ഞപ്പോൾ യമപുരം, സ്വർഗം, അതുപോലെ മറ്റു ദേവശ്രേഷ്ഠന്മാരുടെ നഗരങ്ങൾ എന്നിവയെല്ലാം യോഗ ഐശ്വര്യം കൊണ്ട് ചെന്നെത്തി. ഉടനെ അന്വേഷിച്ച ഒടുക്കം യത്നമെല്ലാം നിഷ്ഫലമായി അഗ്നിയിൽ ചെന്ന് ചാടാൻ തുടങ്ങുമ്പോൾ അങ്ങ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് തടഞ്ഞു നിർത്തി. ഇനി 7ാമത്തെ ശ്ലോകം. സാർത്ഥം തേന പ്രതീചിം ദിശമതി ജവിന ചന്ദനേനാഭിയാതോ ലോകാലോകം വ്യതീതത്തിമിരഫലമതോ ചക്രധാംനാ നിരുന്ധൻ ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം ചിതമഥ വിജയം പശ്യവശേതി വാരാം വാരേത്തും പ്രാദദശ കിമപി തമസാം ദൂരദൂരം പദം തേ. ത്വം തേന സാർത്ഥം അവിടുന്ന് അർജുനനോട് കൂടിയിട്ട് പ്രതീചിയും ദിശം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ ദിശയിലേക്ക് അതിജവിന ചന്ദനേന അഭിയാത ഒരു രഥത്തിൽ കയറിയിട്ട് വേഗത്തിൽ യാത്ര പുറപ്പെട്ടു. ലോകാലോകം വ്യതീത ചക്രവാളം കടന്നു. അഥോ തിമിരഫലം ചക്രവാളം കടന്നു കഴിഞ്ഞപ്പോഴോ അവിടെ വെളിച്ചൊന്നുമില്ല, പുരാപുരിയിരുട്ടാണ്. ചക്രധാംനാനിരുന്ധൻ അപ്പോൾ സുദർശന ചക്രത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവിടെ അപ്പോൾ പ്രകാശം വരുത്തിയിട്ട് ആ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കി. അത് ചക്രാംശു ക്ലിഷ്ട ദൃഷ്ടിയും സ്ഥിതം വിജയം. അപ്പോൾ ആ വെളിച്ചം കൊണ്ട് പാർത്ഥൻ്റെ കണ്ണൊക്കെ മഞ്ഞളിക്കുകയാണ്. വാരാം പാരേ പശ്യ പശ്യ ഇതേ. അപ്പോൾ സമുദ്രത്തിൻ്റെ നടുക്കില് കാണുകയാണ്. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയാണ്, നോക്ക് നോക്ക് അവിടെ ആ നടുക്കിലേക്ക് നോക്കെന്ന് പറയാണ്. തമസാം ദൂരം ദൂരം. അപ്പോൾ അവിടെയാണെങ്കിൽ തമോ ഗുണം രജോ ഗുണം ഒന്നുമില്ല എന്നുള്ളതാണ്. കിമവിഹി തേ പദം പ്രാതദശ. അങ്ങയുടെ പദം ഭഗവാന്റെ പദം ഏതാണ്? വൈകുണ്ഠ പദം. വൈകുണ്ഠ ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തു. നിൻ തിരുവടി അർജുനനോട് കൂടി പടിഞ്ഞാറേ ദിക്കിലേക്ക് അതിവേഗത്തിൽ പായുന്ന രഥത്തിൽ ഇരുന്നു കൊണ്ട് നേരെ പോയി. ചക്രവാളം കടന്നു. പിന്നീട് അവിടെയുള്ള കൂരിരുട്ട് മുഴുവൻ സുദർശന തേജസ് കൊണ്ട് ദൂരീകരിച്ചു. അനന്തരം സുദർശനത്തിന്റെ തീക്ഷ്ണ കിരണങ്ങളാൽ കണ്ണു കാണാതായി നിൽക്കുന്ന വിജയന് സപ്തസിന്ധുക്കൾക്ക് അപ്പുറം കാനജലമധ്യത്തിൽ അതാ നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തമോ ഗുണം രജോ ഗുണം ഒന്നും സ്പർശിക്കാത്ത വാചാമഗോചരം എന്ന് പ്രസിദ്ധമായ അവിടുത്തെ സ്ഥാനം, അതായത് വൈകുണ്ഠസ്ഥാനം വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഇനി 8ാമത്തെ ശ്ലോകം. തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാധേ ആവീതം പീതചേലം പ്രതിനവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാം ഏകമർത്ഥം ശ്രുതേന ത്വാമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതോ നിമിത ക്ഷേമരൂപം. ഹേ പരാത്മൻ, അല്ലയോ ഭഗവാനെ, തത്ര ഭുജംഗാധിപശയനതലേ ആസീനം. അവിടെ അപ്പം എന്താണ്? ഭഗവാൻ ആദിശേഷനിൽ ശയിക്കാണ്, അനന്തശയന ആണ് ആ വൈകുണ്ഠനാഥൻ. ദിവ്യഭൂഷായുധാകെ. അപ്പോൾ ഭൂഷണങ്ങൾ, അതായത് അനേകം ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, ആയുധങ്ങളുണ്ട് കയ്യിൽ. ആവീതം പീതചേലം, മഞ്ഞപ്പട്ടാണ് കൊടുത്തിരിക്കണേ. പ്രതിനവ ജലജ ശ്യാമളം ശ്രീമദംഗം. അപ്പോൾ ആ ശ്യാമള രംഗം, അതായത് കാർമേഘ വർണ്ണനാണല്ലോ ഭഗവാൻ. പിന്നെ ശ്രീ ലക്ഷ്മിയും കൂടെ ഉണ്ട്. മൂർത്തിനാം ഈശിതാരം, 3 മൂർത്തികൾ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പൂജിക്കുന്നത്, അവരുടെയൊക്കെ ഭഗവാനായിട്ടുള്ള യപരം ശ്രുതീനാം ഏകം അർത്ഥം, അതായത് വേദങ്ങളുടെ എല്ലാം ഒരേ അർത്ഥവാനമായിട്ടുള്ള ക്ഷേമരൂപം മോക്ഷസ്വരൂപനായ ത്വാം ഏവ ത്വം, അവിടുന്ന് തന്നെയായ അവിടുത്തെ, അതായത് ഭഗവാൻ ഈ വൈകുണ്ഠനാഥൻ തന്നെയല്ലേ അവതാരം എടുത്തിട്ട് ജനിച്ചിരിക്കുന്ന. അതുകൊണ്ടാണ് പറയുന്നത് ത്വാം ഏവ ത്വം,
അങ്ങു തന്നെയായ അങ്ങയെ പ്രിയസഖ സഹിത നേമിത, പ്രിയസഖൻ അർജുനനോട് കൂടിയിട്ട് നേമിത നമസ്കരിച്ചു. അല്ലയോ പരമേശ്വര, വൈകുണ്ഠത്തിൽ ശേഷശയ്യയിൽ ഇരുന്ന് അരുളുന്നവനും ദിവ്യ ആഭരണങ്ങളും ദിവ്യ ആയുധങ്ങളും അണിഞ്ഞവനും മഞ്ഞപ്പട്ട് ചാത്തിയവനും പുത്തൻ കാർപ്പുണ്ടൻ പോലെ കറുപ്പു നിറം പൂണ്ടവനും ലക്ഷ്മീദേവി കളിയാടുന്ന തിരുവുടലോട് കൂടിയവനും ത്രിമൂർത്തികളുടെ അധിപനും ലോകത്തിൽ വേദങ്ങളുടെയെല്ലാം ഒരേ ഒരർത്ഥമായവനും മോക്ഷസ്വരൂപനുമായ അങ്ങയെ തന്നെ അങ്ങ് ഉറ്റ തോഴോടൊപ്പം നമസ്കരിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. യുവാമാമേവ ദ്വാവലികവൃദ്ധത അന്തർഹിതജയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹാർഷം ദ്വിജസുതാൻ നയേദം ദ്രാഗേതാനിധി ഖലു വിധീർണാൻ പുനരമൂൻ ദ്വിജായാദാ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. മാം ഏവ ഞാൻ തന്നെയായവരും അധികവൃത അന്തർഹിതയ വിഭിന്നൗ പ്രകടിക്കപ്പെട്ട ഈശ്വരത്വം ഉപാധി കൊണ്ട് മറയപ്പെട്ട ഈശ്വരത്വം എന്ന് വൈധർമ്മ്യങ്ങളാൽ വ്യത്യസ്തരും ആയ യുവാന്തോ നിങ്ങൾ രണ്ടുപേരെ, അതായത് ഈ വൈകുണ്ഠനാഥൻ ഇവരോട് രണ്ടാളോടും പറയണം, നിങ്ങൾ രണ്ടുപേരെ സന്ദ്രഷ്ടും അഹം സ്വയം ദ്വിജസുതാൻ അഹാർഷം, നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രാഹ്മണന്റെ കുട്ടികളെയൊക്കെ ഇങ്ങനെ മരിച്ചിട്ട് കൊണ്ടുവന്നത് എന്ന് പറയുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കാണണം, അതുകൊണ്ട് ചെയ്ത പണിയാണ്. ഏതം ഈ കുമാരന്മാരെ വേഗം കൊണ്ടുപോയാലും, അപ്പോൾ ഈ 6 കുട്ടികളും അവിടെ മരിച്ചു പോയിട്ടുള്ള ഈ 10 കുട്ടികളും അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുകയാണ്. ഇത് വിജയനാൻ അമൂൻ ആദായ എന്ന് പറഞ്ഞ് നൽകിയ ഈ കുട്ടികളെ സ്വീകരിച്ചിട്ട് പുനഃ പാണ്ഡുജനുഷ അനന്തരം പാണ്ഡുപുത്രനായ അർജുനൻ പ്രണുത മഹിത ത്വം വിജായ അദാഖലു. അപ്പോൾ അവർ രണ്ടാളും കൂടി ഭഗവാനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് ദ്വാരകയിലേക്ക് ബ്രാഹ്മണന് കൊടുത്തുവല്ലോ. എന്നിട്ട് അവിടുന്ന് ഈ 10 കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ബ്രാഹ്മണന് കൊടുത്തു. ഞാൻ തന്നെയായവരും പ്രകടിപ്പിക്കപ്പെട്ട ഈശ്വരത്വം ഉപാധി കൊണ്ടും മറയപ്പെട്ട ഈശ്വരത്വം എന്ന വൈധർമ്മ്യങ്ങളാൽ വ്യത്യസ്തരുമായ നിങ്ങൾ രണ്ടുപേരെ കാണാൻ വേണ്ടിയാണ് ബ്രാഹ്മണപുത്രന്മാരെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഈ കുമാരന്മാരെ വേഗം കൊണ്ടുപോയാലും എന്ന് പറഞ്ഞ് നൽകിയ ഈ കുട്ടികളെ സ്വീകരിച്ചിട്ട് അനന്തരം പാണ്ഡുപുത്രനാൽ അർജുനനാൽ ഏറ്റവും പുകഴ്ത്തപ്പെട്ട മഹാത്മ്യത്തോടു കൂടിയവനായിട്ട് നീ തിരുവടി ദ്വാരകയിലെത്തി ബ്രാഹ്മണന് കൊടുത്തുവല്ലോ. ഈ 10ാമത്തെ ശ്ലോകം. ഏവം നാനാവിഹാരേ ജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ടൻ നീജാനോ യജ്ഞഭീതി അകുലവൃതിഭി പ്രീണയന്നേണ നേത്രാ ഭൂഭാരക്ഷേവദംഭാത് പദകമലരുഷാം മോക്ഷനായാവതീർണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽ യദുഷു മനുജതാദുഷിതസ്തം വ്യരാസേ. ഭൂഭാരക്ഷേവദംഭാർ, അതായത് ഭൂമിക്ക് ഭാരം വർദ്ധിക്കുമ്പോൾ, ഈ ദുഷ്ടന്മാര് നിറയുമ്പോൾ ഭൂമിക്ക് ഭാരം വർദ്ധിക്കും എന്നുള്ളതാണ്. പദകമല രുഷാ മോക്ഷനായ അവതീർണ, അതായത് ഭഗവാന്റെ അവർക്ക് ആ ദുഷ്ടന്മാർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കും. പിന്നെ ഭഗവാന്റെ പാദം ആശ്രയിച്ചവർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കും. പൂർണ്ണം ബ്രഹ്മ ഏവത്വം, പൂർണ്ണ ബ്രഹ്മം തന്നെയായ അവിടുന്ന്. ഏവം ജ്ഞാനാവിഹാര, ഇപ്രകാരമുള്ള അനേകം ലീലകളാല് ജഗത് അഭിരമയൻ ലോകം എമ്പാടും ആനന്ദിപ്പിച്ചുകൊണ്ട് വൃഷ്ണിവംശം പ്രഭൂഷ്ണൻ യാദവ കുലത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് യജ്ഞഭേദേ ഈ ജാന അശ്വമേധാദി യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും അതുല വൃദ്ധിഭി ഏണനേത്ര പ്രീണയൻ, അതുലം അതായത് പല ലീലകളെ കൊണ്ടും ഏണനേത്ര മാൻകണ്ണിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ടും യദുഷു മനുജതാരുഷിത, യദുവംശത്തിൽ മനുഷ്യത്വത്തിൻ്റെ പുറംപൂച്ചോട് കൂടിയിട്ട് സാക്ഷാത് യലാസി പ്രത്യക്ഷമായി മിന്നിത്തിളങ്ങി. ഭൂമിക്ക് ഭാരമായി തീർന്ന ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്ന വ്യാജേന തൻ്റെ പാതാരങ്ങളെ ആശ്രയിച്ചവർക്കും മോക്ഷം നൽകാൻ വേണ്ടി അവതരിച്ച പൂർണ്ണ ബ്രഹ്മം തന്നെയായ അവിടുന്ന്
ഇപ്രകാരമുള്ള അനേകം ലീലകളാൽ ലോകത്തെ എമ്പാടും ആനന്ദിപ്പിച്ചുകൊണ്ടും യാദവകുലത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടും അശ്വമേധാദി യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും കിടയത്തെ ലീലകളാൽ കന്യമാരായ 14,008 പത്നിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ടും യദുവംശത്തിൽ മനുഷ്യത്വത്തിന്റെ പുറം പൂച്ചോട് കൂടിയവനായിട്ട് പ്രത്യക്ഷമായി പിന്നിത്തിളങ്ങി. ഇനി 11ാമത്തെ ശ്ലോകം. പ്രായേണ ദ്വാരവത്യാം അവൃത അയിതദാ നാരദദ്രസാര തസ്മാലേഭേ കദാചിൽ ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം ഭക്താനാം അഗ്രയായി സത ഖലു മതിമാൻ ഉദ്ധവർത്വത്തയേവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിത യാതുനാസ്തേ ബദര്യാം. അയി തഥാ നാരദ, അല്ലയോ ഭഗവാനെ, ആ സമയത്ത് അക്കാലത്ത് നാരദര് ദ്വാരവത്യാം പ്രായേണ അവൃത, അങ്ങിലുള്ള ഭക്തിരസത്താൽ ദ്വാരകയിൽ വരികയാണ് താമസിക്കാൻ വേണ്ടിയിട്ട്. കഥാചിൽ സുഹൃതധി ത്വത്പിത, അപ്പൊ സുഹൃതം നേടിയിട്ടുള്ള ആ പിതാവ് ആരാണ്? വസുദേവര്. തസ്മാത് തത്വബോധം ലേഭേ ഖലു, അപ്പോൾ ഈ നാരദിൽ നിന്നും തത്വജ്ഞാനം നേടിയെടുത്തു വസുദേവര്. ഭക്താനാം അഗ്രിയായി മതിമാംസ ഉദ്ധവ, അപ്പൊ ഭക്തനിൽ അഗ്രനായിട്ടുള്ള ഉദ്ധവരാവട്ടെ ത്വത്വ വിജ്ഞാനസാരം പ്രാപ്ത ഖലു, വിജ്ഞാനസാരം വിജ്ഞാന രഹസ്യം ഗ്രഹിച്ചു നാരദരടുത്തുനിന്ന്. സ ജനഹിതായ അധുന ബദര്യാം ആസ്തേക്കില, ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് ഈ ഉദ്ധവര് ബദരി ആശ്രമത്തിൽ പോയിട്ട് താമസിച്ചു. അല്ലയോ ഭഗവാനെ, അക്കാലത്ത് നാരദര് നിൻ തിരുവടിയിലുള്ള ഭക്തിരസത്താൽ ഹൃദയമറിഞ്ഞ് ദ്വാരകയിൽ മിക്കവാറും താമസിച്ചു പോകുന്നു. ഒരിക്കൽ പുണ്യശാലിയും നിൻ തിരുവടിയുടെ അച്ഛനുമായ വസുദേവര് ആ നാരദ മഹർഷിയിൽ നിന്ന് തത്വജ്ഞാനം സമ്പാദിച്ചുവല്ലോ. ഭക്തശിരോമണിയും ബുദ്ധിമാനും ആയ ആ ഉദ്ധവനും അങ്ങയിൽ നിന്നു തന്നെ വിജ്ഞാനരഹസ്യം ഗ്രഹിച്ചു. അദ്ദേഹം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ബദരി ആശ്രമത്തിൽ വസിക്കുന്നു എന്നാണല്ലോ പ്രസിദ്ധി. ഇനി 12ാമത്തെ ശ്ലോകം. സോയം കൃഷ്ണാവതാരോ ജൈതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതി അതുലൈ ആശ്രമേ യോഗവേദേ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗു സർവദ സർവലോക സത്വം വിശ്വാതിശാന്ത്യേ പവനപുരപദേ ഭക്തിപൂർത്യൈ ച ഭൂയാ. വിഭോ, അല്ലയോ ഭഗവാനെ, തവ സ അയം കൃഷ്ണാവതാര ജയതി, അങ്ങയുടെ ഈ പ്രസിദ്ധമായ കൃഷ്ണാവതാരം ജയതി, ജയിക്കുമാറാകട്ടെ, സർവോത്കൃഷ്ടമായിട്ട് വർത്തിക്കുന്നു. സർവലോക, എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും എത്ര ശ്രീകൃഷ്ണ അവതാരത്തില് സൗഹാർദ്ദം, ഭീതി, സ്നേഹം, ദ്വേഷം, അനുരാഗം, പ്രഭൃതി എന്ന് തുടങ്ങിയ കിടയറ്റവയും അശ്രമേ യോഗഭേദേ ക്ലേശമില്ലാത്ത ആയ യോഗ വിശേഷങ്ങളാല് സമസ്താം ആർത്തിയും തീർത്വ, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്തിട്ട് അമൃതപദം അഗു, അമൃതപദം അതിൽ പ്രാപിക്കുന്നു. അതായത് മോക്ഷപ്രാപ്തിയാണ് പിന്നെ ഫലം. പവനപുരപദേ, അല്ലയോ ഗുരുവായൂരപ്പ, സത്വം, ആ നിൻ തിരുവടി, വിശ്വാർത്തി ശാന്തി, ഈ ലോകത്തിന്റെ സന്താപത്തിൻ്റെയൊക്കെ ശമനത്തിന് വേണ്ടിയിട്ട്, ഭക്തിപൂർത്തി, ഭക്തിയുടെ പരിപൂർണതയ്ക്കും ആയിട്ട് ഭൂയ ഭവിക്കുമാറാകണമേ. പരിപൂർണനായ ഭഗവാനെ, നിൻ തിരുവടിയുടെ പ്രസിദ്ധമായ ഈ കൃഷ്ണാവതാരം സർവോത്കർഷേണ വർത്തിക്കുന്നു. എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും ശ്രീകൃഷ്ണാവതാരത്തിൽ സൗഹാർദ്ദം, ഭീതി, സ്നേഹം, ദ്വേഷം, അനുരാഗം മുതലായ കിടയറ്റവയും ക്ലേശമില്ലാത്തവയും ആയ യോഗവിശേഷങ്ങളാൽ എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്ത് മുക്തിപദം പ്രാപിച്ചു. ഗുരുവായൂരപ്പ, ആ നിൻ തിരുവടി എല്ലാ സന്താപങ്ങളുടെയും ശമനത്തിനും ഭക്തിയുടെ പരിപൂർണതയ്ക്കും ആയി ഭവിക്കണമേ. അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ പറയുന്നതാണ്. ഇനി നമുക്ക് ശ്ലോകം ഒന്നിച്ചു വായിക്കാം. ദശകം 88 സന്താന ഗോപാലം.
പ്രാഗേവാചാര്യപുത്ര ഹൃദിനിശമനയാ ശൂയശൂനവേക്ഷാം കാഞ്ചന്ത്യാ മാധുരുത്യ കുതലബുലിബലിം പ്രാപ്യതേനാപിതാംശം ധാതുശാപാധിരണ്യാൻ കശികുഭവാൻ സൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദശ്യ സപദമനയഥാ പൂർവപുത്രാമരീചേ ശ്രുതദേവൈകേ ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വനുഗ്രഹീതു കാമോ മിഥിലാപ്രാപിതതാപസൈ സമേത ഗച്ഛന്തി മൂർത്തിരുഭയോ യുഗപന്യകേദം ഏകേന ഭൂരി വിഭേകിതോപചാര അന്യേന തദ്ദിനമൃത്യ ഫലൗദനാദേ തുല്യം പ്രസേദിത ദദാത ച മുഖ്യമാഭ്യാം ഭൂയോത്ഥദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനവേക്തം को वा दैवं निरुन्ध्यादिति किल कथयन् विश्वकोढाभ्यसोढा जिष्णोर्गर्वं विनेतुं त्वयि मनुजधिया कुण्ठितां चास्य बुद्धिं तत्त्वारूढां विधातुं परमतमपदप्रेक्षणेनेति मन्ये नष्टाष्टास्य पुत्रा पुनरपि तव तूपेक्षया कष्टवादा स्पष्टो जातो जनानाम् अथ तदवसरे द्वारकामारपार्था मैत्र्या तत्रोषितोऽसौ नामसुदमृतो विप्रवर्यप्ररोदं श्रुत्वा चक्रे प्रतिज्ञाम् अनुपहृतसुतसन्निवेशे कृशानुं मारीषत्वाम् अवृष्ट्वा द्विजनिलेगतो बाणजालै महास्त्रै रुन्धानसूदिगेहं पुनरपि सहसा दृष्टनष्टे कुमारे याम्यामैन्द्रिं तथान्या सुरवरनगरे विद्या साध्य सद्यो मोक्षोद्योगपदिश्यन् कुतपुति भवता सस्मितं वारिदोऽभूत् सार्थं तेन प्रतीतिं दिशमतिजलिना चन्दनेनापि यातो लोकालोकं व्यतीततिमिरभरमथो चक्रधाम्ना निरुन्धन् चक्रां सुक्लिष्टदृष्टिं चिदमथ विजयं पश्येति वारा पारेतुं प्राददर्श किमपि तमसां दूरदूरं पदं ते तत्रासीनं भुजङ्गादिवशयनतले दिव्यभूषायुधाये आवीदं पीतकेलं प्रतिनवजलदश्यामलं श्रीमदङ्गं मूर्तीनाम् ईशितारं परमिहतृष्णाम् एकमर्थं श्रुतीनां त्वामेव त्वं परात्मन् प्रियसखसहितो नियमितक्षेमरूपं युवां मामेव द्वावधिवृता अन्तर्हिततया विभिन्नौ सन्द्रष्टुं स्वयमहमहाशं द्विजसुतान् नयेदन्द्रागेतानिति खलु वितीर्णान् पुनरमून् द्विजायादायादा प्रणतमहिमा पाण्डुजनुषा एवं नानाविहारे जगदभिरमयन् वृष्यवंशं प्रपोष्टन् नीजानो यज्ञभेदे असुरहृदिभिः प्रीणयन्नेण नेत्रा भूभारक्षेव जम्भात् पदकमलजुषां मोषणायावतीर्णा पूर्णं ब्रह्मैव साक्षात् यदुषु मनुजा ऋषिदस्तं व्यलासे प्रायेण द्वारवत्याम् आवृतदयितदा नार्दत्वद्रसाद्र तस्माल्लेभे कदाचित् खलु सुखनिधि त्वत्पिता तत्त्वबोधं भक्तानाम् अग्रयायि स च खलु मदिमान् उत्थवत्वत्तयेव प्राप्तो विज्ञानसारं स किल जनहिता यातु नास्ते बदर्याम् सोऽयं कृष्णावतारो जयति तव विभो यत्र सौहार्दभेदे स्नेहद्वेषानुराग प्रभृतिः अतुलै आश्रमे योगभेदे आर्तिं तीर्त्वा समस्ताम् अमृतपदमभू सर्वदा सर्वलोक सत्त्वं विश्वातिशान्त्यै पवनपुरपदे पत्यपूर्त्यै च भूय श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द नारायण अखिल गुरो भगवन् नमस्ते हरि ओम तत्सत्।
ഇനി അടുത്ത ദശകം നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ അടുത്ത വായനയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.